ഹലോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഡാംപ്ഡ് വൈബ്രേഷൻസ് അതിൽ ഫ്രീ വൈബ്രേഷൻസിൻ്റെ ആയിരുന്നു നമ്മൾ ചെയ്ത ഡെറിവേഷൻ. അപ്പോൾ അത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, കാരണം ഒരു വലിയൊരു ഡെറിവേഷനാണ്. 3 കേസും പറയാനുണ്ടായിരുന്നു, ക്രിട്ടിക്കലി, ഓവർ ഡാംപ്ഡോ അണ്ടർ ഡാംപ്ഡോ. അതുകൊണ്ടായിരുന്നു ഇച്ചിരി വലിയൊരു ഡെറിവേഷനാണ്. പക്ഷേ ഇത് അത്രയില്ല, കാരണം ഇതിൽ വരുന്ന കുറേ ഡെറിവേഷൻസ്, അതായത് റിലേഷൻസൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ഡെറിവേഷനിൽ ഓൾറെഡി കണ്ടുപിടിച്ചത് കൊണ്ട് അധികം ലെങ്തി ആയിട്ടുള്ളതല്ല. അപ്പം ഇനി ഫോഴ്സ്ഡിൻ്റേത് പറയാം. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈ കേസിൽ വരുന്ന ഈ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും, സിസ്റ്റം സ്പ്രിംഗ് മാസ് സിസ്റ്റം സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിന് മുന്നത്തെ കേസിൽ നമ്മൾ എക്സ്ട്രാ ഒരു എക്സൈറ്റേഷൻ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു. ആകെ ഈ സ്പ്രിങ് ഉണ്ടായിരുന്നു, ഡാമ്പറുണ്ട്, പിന്നെ ആ മാസ്, അതിൻ്റെ വെയിറ്റ് W എന്നുള്ള. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ കണ്ടാൽ അറിയാം, ഇവിടെ ഒരു ഫോഴ്സ്, നമ്മളൊരു എക്സൈറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിന് FT എന്ന് പറയുന്നത് F0 sin omega t എന്നാണ്. ക്ലിയർ നോട്ടിൽ ഇവിടെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അത് F0 sin omega t എന്നാണ്. അപ്പം ഇത് തന്നെ സ്പ്രിങ് അറ്റാച്ച്ഡ് ആണ്. സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് അവിടെ K എന്നുള്ളത്. അതുപോലെ തന്നെ ഡാമ്പർ, അതിൻ്റെ ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് C ആണ്. പിന്നെ മാസ് ഉണ്ട്, മാസ് അതുപോലെ തന്നെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഒരു എക്സൈറ്റേഷൻ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. നേരത്തെ പോലെ തന്നെ സെയിം തന്നെയാണ്, ആകെ ഒരു ആ ഫോഴ്സ് വരുന്നെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടാലറിയാം, ഇവിടെ നേരത്തെ ഡാമ്പിങ് ഫോഴ്സ് ഉണ്ട്, അത് അപ്വേർഡ് ആക്ട് ചെയ്യുന്നത്, അതാണ് ഈ കാണുന്നത് ഇത്. പിന്നെ സ്പ്രിങ് ഫോഴ്സാണ്, അതായത് K×Y എന്ന് പറയുന്നത്, അതാണ് ഈ കാണുന്നത്. മറ്റേ കേസിൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷനൊക്കെ വെച്ചിട്ടായിരുന്നു, പക്ഷേ ഇവിടെ നേരെ K×Y തന്നെയാണ്. പിന്നെ എന്നുള്ളത് ആക്സലറേറ്റിംഗ് ഫോഴ്സാണ്, അതും നേരത്തെ സെയിം തന്നെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. Y∬ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആക്സലറേഷൻ തന്നെ. അതുപോലെ തന്നെ C∬ പറഞ്ഞായിരുന്നു. പിന്നെ എന്നുള്ളത് താഴേക്ക്, ഇത് 3 മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ കേസിൽ, മറ്റേ കേസിൽ W ആയിരുന്നു താഴേക്ക് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, ഒരു എക്സൈറ്റേഷൻ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഇപ്പോൾ ഫോഴ്സസിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇവിടെ ഫോഴ്സസൊക്കെ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഏതൊക്കെയാണ് ഫോഴ്സസ് എന്ന് കറക്റ്റ് ഇവിടെ പോയിൻ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് മറ്റേ സ്റ്റെപ്പിൽ ഡെറിവേഷൻ ചെയ്ത പോലെ തന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ My∬ + Cy. Ky ഈക്വൽ ടു, മറ്റേ കേസിൽ W ആയിരുന്നു, ഇവിടെ നമ്മൾ F0 sin omega t ആണ് എടുക്കുന്നത്. അപ്പം ഇതും ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷൻ ആണ്, പക്ഷേ മറ്റേ കേസിൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഈക്വേഷൻ ഈക്വൽ ടു 0 എന്നായിരുന്നു. പക്ഷേ ഇവിടെ ഈക്വൽ ടു 0 അല്ല, ഇവിടെ F0 sin omega t എന്നൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഈക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അത് അങ്ങനത്തെ കേസിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ സൊല്യൂഷനിൽ 2 പാർട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ എന്ന് പറയും, മറ്റേതെന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. ഇത് 2 കണ്ടുപിടിച്ചിട്ട് നമ്മൾ YT = YCT + YPT എന്നും പറഞ്ഞ് എഴുതുന്നതായിരുന്നു സൊല്യൂഷൻ ശരിക്കും ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷൻ്റെ. അപ്പം ഇവിടെ ഇതാണ് ഇപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഇതിൽ YCT എന്നുള്ള നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടുപിടിച്ച സംഭവം തന്നെയാണ്, അതാണ് ഞാനിത് ഇവിടെ എഴുതിയേക്കുന്നത്. അതായത് ഒരു അണ്ടർ ഡാംപ്ഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു ഡാമ്പിംഗ് റേഷ്യോ അതായത് ζ<1, അല്ലെങ്കിൽ C<CR ആണെങ്കിലാണ് അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിൽ നമ്മൾ
വൈ സി ടി അല്ലെങ്കിൽ വൈ ഓഫ് ടി എന്നും പറഞ്ഞ് നമ്മൾ ഡിറൈവ് ചെയ്ത സംഭവമായിരുന്നു ഈ കാണുന്നത്. അത് നോക്കിയാൽ അറിയാം, ഇതേ സെയിം ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണ്ടീഷനും നമുക്കറിയാം. അതൊക്കെ അത് കഴിഞ്ഞ ആ ഡെറിവേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെയും ചെയ്യുന്നില്ല. പിന്നെ ഇതൊക്കെ അറിയാം. പിന്നെ ഒരു കേസുള്ളത്, ഇവിടെ ഡാമ്പിങ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വൈ പി ടി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. എത്ര 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന അതിൻ്റെ കൂടെ ഒരു -5 എന്നൊരു സംഭവം നമ്മൾ ചെയ്യണം. കാരണം അത് ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് -5 ചെയ്യണം ആ ഇക്വേഷൻ്റെ കൂടെ. അപ്പം അങ്ങനെ ഔട്ട് ഓഫ് ഫേസ് ചെയ്യുമ്പം ഈ വൈ പി ടി എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അത് ഇങ്ങനെ ഈ കാണുന്ന പോലെ വൈ പി ടി = y0 സൈൻ ഒമേഗ ഡി ടി -5. ആ -5 എന്ന് പറയുന്ന അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അത് ഔട്ട് ഓഫ് ഫേസ് ആണ് 180 ഡിഗ്രി എന്ന്. ഇതിൽ y0 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്, 5 എന്ന് പറയുന്നത് ഫേസ് ആംഗിളാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇതിന് മുന്നേ കുറേ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. പക്ഷെ നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അതൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിച്ചിട്ട് അത് അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ നോട്ട്സിലൊക്കെ നേരെ ഈ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ അത് ഏതൊക്കെയാണ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊരു സെൻറ്റൻസ് പോലെ ഇവിടെ എഴുതിയിട്ട് ഞാൻ ആ സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ഇക്വേഷൻ മതി. അല്ലാണ്ട് അതെങ്ങനെയാണ് വന്നതെന്നുള്ള ഫുൾ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്ന കുറേ റിലേഷൻസൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ഇതിലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ ആവശ്യമില്ല. അത് ജസ്റ്റ് മറ്റേ ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം കാണിച്ചത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ എഴുതാവുന്നതേ ഉള്ളൂ ഈ കേസിൽ. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വൈ പി ടി എന്നുള്ള ഈക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ നമ്മൾ 2 പ്രാവശ്യം അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. 2 തവണ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. അതുപോലെ തന്നെ ആ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ എ എന്നുള്ള ഈക്വേഷൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം എ എന്നുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് എ ഈക്വേഷൻ. അതിൽ 2 തവണ ഡെറിവേറ്റീവ് എടുത്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അപ്ലൈ ചെയ്യും. പിന്നെ നമുക്കൊരു ഈക്വേഷൻ കിട്ടും. ആ ഈക്വേഷനിൽ കോസ് ഒമേഗ ടീൻ്റെയും സൈൻ ഒമേഗ ടീൻ്റെയും കോഎഫിഷ്യൻസ് എന്താണോ അതെല്ലാം നമ്മൾ ഈക്വേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഈക്വൽ ടു സൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സൈൻ ഒമേഗ ടീയുടെയും കോസ് ഒമേഗ ടീയുടെയും ഈക്വേഷൻസ് വെച്ച് നമ്മൾ ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഈക്വേഷനാണ് ഈ കാണുന്ന y0 = f0/k ഹോൾ ഡിവൈഡഡ് ബൈ √1 - m omega square k plus omega c omega by k ഹോൾ സ്ക്വയർ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ പിന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യും. അതായത് ഈ m omega square by k എന്നൊക്കെ ഉള്ളത് നമുക്ക് കുറേ റിലേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. n ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, √k/m, പിന്നെ c/cr = c/2m ഒമേഗ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈക്വേഷൻ ഈക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇതെല്ലാം റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ഈക്വേഷൻ 3 എന്ന് പറയുന്നത് ഇതാണ് ഈക്വേഷൻ 3 എന്ന് പറയുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഈക്വേഷൻ 3 എന്ന് പറയുന്നത് എന്താകും? അപ്പം yp of t = ഇപ്പം നമ്മൾ ഈ കാണുന്ന വാല്യൂവിൽ ഇത് y0ൻ്റെ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. അപ്പോൾ ഈ ഈക്വേഷനിലെ y0ന് പകരം ഇതിട്ട് കൊടുക്കുക. അതായത് f0/k എന്നുള്ളത് ഇവിടെ വരും, ഇവിടെ വന്നു. പിന്നെ ഈ വാല്യൂസ് എല്ലാം അതേപോലെ തന്നെ എഴുതി. പിന്നെ ഇവിടെയുള്ള ഈ സൈൻ ഒമേഗ ടി ഇവിടെ എഴുതി, -5 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഈ ഇക്വേഷനില്ലേ, ഇവിടെ y0 സൈൻ ഒമേഗ ഡി വേണ്ട കേട്ടോ. അതായത് അവിടെ ശരിക്കും വേണ്ടത് y0 സൈൻ
ഓഫ് ഒമേഗ ടി മൈനസ് 5 എന്ന, ഒമേഗ ഡി വേണ്ട, ഒമേഗ ടി മൈനസ് 5 എന്ന കേട്ടോ. അത് മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് നോട്ടിലൊന്ന് തിരുത്തിയാൽ മതി. ഞാനത് PDF തിരുത്താൻ നോക്കാം ഞാൻ. അപ്പം ഈ ഒരു ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ. അപ്പം y0ൻ്റെ വാല്യൂ എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y0ന് പകരമായിട്ടുള്ള വാല്യൂസ്. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ഉള്ള സൈൻ ഒമേഗ ടി മൈനസ് 5 ചെയ്തു. ഇതിൻ്റെ നെക്സ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതായത് ഇവിടെ ഒമേഗ ബൈ ഒമേഗ എൻ എന്നുള്ളൊരു ടേം കാണുന്നുണ്ടല്ലോ, അതിന് പകരം അതായത് ഒമേഗ ബൈ ഒമേഗ എൻ എന്നുള്ളത് അവർ ബീറ്റ ആയിട്ടെടുത്തു. അപ്പം ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബീറ്റ സ്ക്വയർ. അപ്പം ആ ഒരു റേഷ്യോനെ അവർ ബീറ്റ എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു ഈക്വേഷനാണ് ഈ കാണുന്നത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കിട്ടിയത് YPT ആണ്. ഈ ഈക്വേഷൻ്റെ, അതായത് ഈ ഒരു വൈബ്രേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് YT = YCT + YPT ആണെന്ന് നമ്മൾ ആദ്യമേ എഴുതിയല്ലോ. YCT നമുക്ക് കിട്ടി, കാരണം അത് നേരത്തെ കണ്ടുപിടിച്ച അതേ ഈക്വേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച YPT ആണ്. അതാണ് ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം y(t) ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി കഴിഞ്ഞ ഇതിലെ കണ്ടുപിടിച്ച വാല്യൂ പ്ലസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ YPT എന്നും പറഞ്ഞിട്ട്, ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ. ഇപ്പം ഇതിൽ കുറേ സ്റ്റെപ്പുണ്ട്, ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ അതൊന്നും ആവശ്യമില്ല. കാരണം നേരെ ഈ നോട്ട്സിലെല്ലാം ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോർമുല തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു സെൻറ്റൻസ് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നതാണ് ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് കാണുന്നത്. അവിടെ എന്തൊക്കെ സ്റ്റെപ്പ് അതിൻ്റെ പുറകിലുള്ളതാണ് അതൊന്നും പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ഡെറിവേഷനിലെ നോട്ട്സിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ y0ൻ്റെ ഈക്വേഷൻ കണ്ടുപിടിച്ചില്ല, അതായത് ഈ കാണുന്നത് y0 = f0/k എന്നുള്ളത്. അപ്പോൾ ഇതേ ഒരു ഈക്വേഷനാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ y0 = f0/k ഉണ്ട്. ഈ ഒരു ഈക്വേഷനിൽ ഡിനോമിനേറ്റർ, അതായത് നമ്മൾ ഒമേഗ ബൈ ഒമേഗ എൻ അങ്ങനെയൊന്നും റിലേഷൻ വെച്ച് ചെയ്യാണ്ട് അതൊന്ന് റീഅസൈൻ ചെയ്യാതെയുള്ള ഒരു ഈക്വേഷനാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ റിലേഷൻ കണ്ടുപിടിച്ചു, പിന്നെ ഒമേഗ ബൈ ഒമേഗ എൻ എന്നുള്ളത് ബീറ്റ ആക്കി കൺവേർട്ട് ആക്കിയിട്ടൊക്കെയുള്ള ഒരു ഈക്വേഷനാണ് ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ കാണുന്നത്. പക്ഷേ അതല്ല ഇവിടെ ഉള്ളത്. അതായത് അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ ഇത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് ഡിനോമിനേറ്റർ ഇല്ലേ, ഈ ഡിനോമിനേറ്റർ ഇത് കൺവേർട്ട് ചെയ്തിട്ടുള്ള എല്ലാം കിട്ടിയ നമുക്കൊരു ഡിനോമിനേറ്റർ, അതായത് ഈ കാണുന്ന ഡിനോമിനേറ്ററാണ് ഇവിടെ എഴുതേണ്ടത് ഈ കേസിൽ. അങ്ങനെയെല്ലാം ചെയ്യും. എന്നിട്ട് ഇവിടെ f0/k എന്നുള്ളത് നമ്മൾ YST എന്നുള്ള വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് ഈ f0/k എന്ന് പറയുന്നത് YST ആണ്. അപ്പം ഈ f0/k എന്നുള്ളത് ഡയറക്റ്റായിട്ട് YST എന്ന് അവിടെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ YST ഉണ്ടല്ലോ, ഈ YST ഈ y0 നേരെ താഴേക്ക് ഡിനോമിനേറ്ററായിട്ട് എടുക്കണം. അപ്പോൾ y0/YST എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും 1/√1 - β² ഹോൾ സ്ക്വയർ പ്ലസ് 2η ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു പുതിയ ഈക്വേഷനെ നമ്മൾ പറയുന്നതാണ് ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന്. ഇത് പ്രോബ്ലംസിലൊക്കെ ഇങ്ങനെ ഈ ഡാമ്പിങ് റേഷ്യോയും പിന്നെ ക്രിട്ടിക്കൽ ഡാമ്പിങ് അങ്ങനെ കേസൊക്കെ തന്നിട്ട് പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. പിന്നെ ഈ ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് പ്രോബ്ലംസൊക്കെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിലേഷനിലൊരു ഈക്വേഷൻ അങ്ങനെ ലാസ്റ്റ് എടുത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതും കൊണ്ടാണ് കാണിച്ചേക്കുന്നത്. അല്ലാണ്ട് ഈ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ജനറൽ സൊല്യൂഷൻ പറയുവാണെങ്കിൽ അത് ഇവിടം വരെ ഉള്ളൂ. ഇതല്ലാണ്ട് പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും. അതുകൊണ്ട്
ഒന്ന് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡാംപ്ഡ് വൈബ്രേഷൻ, അതായത് ഡാംപ്ഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും. ഫ്രീ വൈബ്രേഷനിൽ പിന്നെയും നമ്മൾ 3 കേസ് പറയുന്നുണ്ട്: ക്രിട്ടിക്കലി ഡാംപ്ഡും, ഓവർ ഡാംപ്ഡും, അണ്ടർ ഡാംപ്ഡും. ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ അത്രയും 3 കേസായിട്ട് അങ്ങനെ പറയുന്നില്ല. കമ്പാരിറ്റീവ്ലി ഫോഴ്സ്ഡ് വൈബ്രേഷൻ ചെറുതാണ്. മറ്റേതിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് അത്രയും ടൈം എടുത്ത് ആ റിലേഷനൊക്കെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഡാംപ്ഡ് വൈബ്രേഷൻ്റെ കേസ്.